ഇത് ഇന്നലെ എൻ്റെ വൈഫിന് ഒമാനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കിട്ടിയ പാക്കറ്റാണ്. പക്ഷെ ഫ്ലൈറ്റിൻ്റെ എന്തോ മിസ് കാരണം എയർ ഇന്ത്യയുടെ ടിക്കറ്റായിരുന്നു, കോഴിക്കോട് നിന്നുള്ള ഫ്ലൈറ്റായിരുന്നു. നമ്മൾ ഇന്ന് പോകാൻ കഴിഞ്ഞില്ല. അവരെത്തിട്ട് ഒരു മറുപടി കാര്യങ്ങളോ തന്നില്ല. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കാറിലോട്ട് അവക്കുള്ള ലഗേജും ഞങ്ങളെല്ലാം റൺ ചെയ്ത 1 കിലോമീറ്ററോളം പോയപ്പോഴാണ് പറയുന്നത് ടിക്കറ്റ് ക്യാൻസലാക്കിയിരിക്കണ് എന്ന് പറഞ്ഞത്. നമ്മുടെ അവിടുത്തെ സ്പോൺസർ വിളിച്ചു പറഞ്ഞു ടിക്കറ്റ് ക്യാൻസലാക്കി, എന്തോ പ്രശ്നങ്ങൾ കാരണമാണ്, ഫ്ലൈറ്റിൻ്റെ എന്തൊക്കെയോ പ്രശ്നം കാരണമാണെന്നാണ് പറഞ്ഞത്. നമുക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായില്ല. പിന്നെ അവർ തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ടില്ല. പിന്നെ ചിലപ്പോൾ ഇന്ന് അല്ലെങ്കിൽ ഇന്ന് രാത്രിയത്തെ ഫ്ലൈറ്റിൽ പോകാമെന്നൊക്കെ അവർ ഇന്നലെ പറഞ്ഞു. പക്ഷേ ഇതിനായിട്ടും ടിക്കറ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇനി എന്താകുമെന്ന് കാര്യം അറിയില്ല. എങ്കിലും ഞാൻ അതിൻ്റെ എന്തൊക്കെയാണ് കൊണ്ടാകാൻ ഇരുന്നത് എന്ന് നിങ്ങളൊന്ന് കാണിക്കാം പ്രേക്ഷകരെ. കാര്യമായിട്ട് കെട്ടി സെറ്റപ്പാക്കി ഞാൻ വൈഫിന് കൊടുത്തതാണ്. അപ്പോൾ ഇതിനകത്ത് നല്ല അടിപൊളി വരിക്കച്ചക്ക നല്ല മരത്തിൽ കയറി വെട്ടി ഈ മഴക്കാലത്ത് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കി അവിടുത്തെ സ്പോൺസറിന് കൊടുത്തയച്ചതാണ്. പിന്നെ വൈഫിന് കുറച്ച് അല്ലറ സാധനങ്ങളൊക്കെ ലേഡീസല്ലേ, കല്ലറത്തിലുള്ള സാധനം സ്വാഭാവികമായിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഉണ്ട്. സ്പോൺസർ പറഞ്ഞിട്ട് കുറേ ചെറിയ ഉള്ളി ചക്കയും ഒക്കെ ഉണ്ടായിരുന്നു. ക്രിസ്ത്യൻ കാണിക്കാൻ വൈഫിൻ്റെ അച്ചാറൊക്കെ തല കുത്തിനായിപ്പോയി. ചരലോ പൊട്ടി പൊരിച്ചു. ഇത് ചുവന്നുള്ളി പറഞ്ഞ് സ്പോൺസർ പറഞ്ഞിട്ട് മേടിച്ചതാണ്. വൈഫിന് ചായ കാട്ടാൻ വിചാരിച്ച് കൊടുത്ത് വിട്ടതാണ്. ചെറിയ ചെറിയ സാധനങ്ങൾ നല്ല വരിക്ക ചക്കയാണ്. പക്ഷേ വരിക്ക ചക്കയാണ്. പക്ഷെ ഇനി ഇത് പറ്റില്ല, വേവിക്കാൻ പറ്റില്ല. കാരണം ഇത് മധുരം വെച്ചിട്ടുണ്ടാകും നമുക്ക് കേസ്. അവർ നമുക്ക് നല്ല പണി തന്നു. ഏജൻറ്റ് കളിച്ച കളിയാണെന്ന് നമുക്കറിയില്ല. ഇതിൽ നല്ല പണിയായിരുന്നു, നല്ല പണിയാണ് കേസ്. ഇത് കണ്ടോ, ഇത് നല്ല നാടൻ വരിക്കച്ചക്ക പഴുത്തതാണ്. ഇത് നോക്കൂ, വെള്ളമായി പരിവായി. നമ്മളെപ്പോലുള്ള ഈ മഴയത്ത് ഇത്രയും കഷ്ടപ്പെട്ട് ചക്കയൊക്കെ കൊടുത്തയക്കുക എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് നോക്കൂ. ഇന്നലെ ടിക്കറ്റ് ക്യാൻസലായി ഉണ്ടായിരുന്നു നമ്മുടെ വിഷമവും. അതുകൊണ്ട് അച്ചാറൊക്കെ പൊട്ടി. ഇത്രയും നേരമായിട്ട് ഇപ്പോൾ വിളിക്കുമെന്ന് പറയുന്നതല്ലാതെ അവർ വിളിച്ചതുമില്ല, ഒന്നും മറുപടിയും പറഞ്ഞില്ല. സ്പോൺസറും ഒരു മറുപടി അറിയില്ല. ഓഫീസിൽ പോകുകയാണെന്ന് സ്പോൺസർ പറയുന്നുള്ളൂ. എന്താ ചെയ്യാൻ കേസ്. എന്തായാലും ഈ ചെറിയൊരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക. ഇങ്ങനെയുള്ള സ്പോൺസർമാരൊക്കെ എന്ത് ചെയ്യുക നമ്മളൊക്കെ. അവർക്കൊരു ഉത്തരവാദിത്തം ഉണ്ടെങ്കിലാണ് അവർ നേരത്തെ മുൻകൂട്ടി നമ്മളോട് പറയും. എന്തായാലും നമ്മളൊക്കെ പറ്റുന്നത്ര അവർ ചോദിക്കുന്ന പൈസയും കൊടുത്തിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യണത്. എനിവേ, ഓക്കെ, സീ യു.